സൂപ്പറായിരുന്നു. അല്ല, നന്നായി ചെയ്യാൻ പറ്റി. ഇപ്പം ഏട്ടൻ്റെ കൂടെ വന്നപ്പോൾ രണ്ടാമത്തെ പൊങ്കാല എല്ലാവരും ഒന്നിച്ച് തന്നെ ചെയ്യാൻ പറ്റി. ഇപ്രാവശ്യം മോളും ഞാൻ ഇപ്രാവശ്യം കണ്ണൂരാണ് ആദ്യമായിട്ട് ഇട്ടത്. കണ്ണൂര് അവിടെ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല, എൻ്റെ ആദ്യത്തെ പൊങ്കാല അവിടെയായിരുന്നു. ഇപ്പം ഞാൻ മോളെ കൊണ്ട് ഇടിയിപ്പിച്ചു. മോളും നമ്മുടെ ഒരു അമ്മു എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പം അവളും കൂടിയാണ് ഇട്ടത്. അമ്മുവിനെ കഴിഞ്ഞാലേ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയായിരുന്നു അനിയത്തിപ്രാവ് സീരിയലിൽ. ഇപ്പം ചട്ടമ്പിപ്പാറ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം അവർ രണ്ടാളും കൂടി ആണ് പൊങ്കാല ഇട്ടത്. പിന്നെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ മസ്റ്റായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരൊന്നും അല്ല. അല്ല, ഞാൻ ചിക്കനും മീനൊന്നും കഴിച്ചു അങ്ങനെയൊന്നുമില്ല. അത് കുറെ ദിവസം കൊണ്ട് ഒഴിവാക്കി. അങ്ങനെ വ്രതമായിട്ടൊന്നല്ല, ഞാൻ കഴിച്ചില്ല. എവിടാ? ഇല്ല 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 ഇനി ഇല്ല. ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കൂലേ. ഞാൻ 2 ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പിള്ളേഴ്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ നടക്കുന്നില്ല. നല്ല ബ്ലോക്കും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇന്നലെയാണ് വന്നത്. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ട് 8 വർഷമായി തിരുവനന്തപുരത്ത് എത്തിയിട്ട്. പിന്നെ അതിന് മുന്നേ ഇപ്പൊ ഒരു 5 പ്രാവശ്യം ഇട്ടു. 5 പ്രാവശ്യം ഇട്ടു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇന്ന് ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. ദേവിക്ക് സമർപ്പിച്ചു, അത്രമാത്രം. അത് ഭംഗിയായി ചെയ്യാൻ പറ്റി, അത്രയാണ്. പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ചൂടൊക്കെ കുറവാന്ന് എനിക്ക് അങ്ങനെ ഫീലായി. നിങ്ങൾക്ക് ഇങ്ങനെയാന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചൂടൊക്കെ കുറവാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഏരിയ മാത്രമേ എനിക്കറിയാം, അങ്ങോട്ട് എനിക്കറിയില്ല. വണ്ടികളൊക്കെ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടില്ലാന്ന് തോന്നി ഇപ്രാവശ്യം. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി പൊങ്കാല.